ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയെപ്പറ്റി തൻ്റെ ഉള്ളിലെ ആദ്യമെല്ലാം പറഞ്ഞ് പത്മമായിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ ശങ്കരൻ. ആ സമയത്ത് ഇനി അവളുടെ ജീവിതം അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച് തീർക്കട്ടെ എന്ന് അച്ഛൻ പറയുമ്പോൾ അങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കരുത്, അവൾ തീർച്ചയായിട്ടും അവളുടെ സ്വപ്നങ്ങളൊക്കെ വെട്ടിപ്പിടിക്കുമെന്ന് പത്മം പറഞ്ഞു കൊടുക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദിനിയാട്ടോ. നന്ദിനിയാണ് തുണി പെറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഭയങ്കര കലിപ്പ്, തുണിയൊക്കെ വലിച്ച് പുറച്ചൊക്കെ ഇങ്ങനെ എടുക്കുക. അപ്പോഴാണ് ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ട ഉടനെ തന്നെ വെച്ച സാധനങ്ങളും എടുത്ത തുണികളും എല്ലാം കൂടെ അവിടെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. ചിലപ്പോൾ വണ്ടിയിൽ നിന്നൊരു പെണ്ണ് ഇറങ്ങി വരുന്നു. അതെ, ഈ വിനായകൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ചു. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ വിനായകൻ. അതിത് തന്നെയാ, എൻ്റെ ഭർത്താവാ എന്ന് പറഞ്ഞു. എന്നാൽ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു. എന്താ കാര്യം? അതെ, ഒരു വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ വിളിക്കാവേ, കയറി ഇരിക്കാൻ പറയുമ്പോൾ വേണ്ട, വിളിച്ചാൽ മതി, ഞങ്ങളിവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വിനായകനെ നന്ദിനി വിളിച്ചു. വിനായകൻ വന്നു, ഹലോ ഒക്കെ പറഞ്ഞു. കൈ നന്ദിനിയുടെ മുന്നിൽ വെച്ച പെണ്ണ് കൈ നീട്ടിയപ്പോഴത്തേക്കും വിനായകനൊരു പേടി. വിനായകൻ പിന്നെ കൈ കൊടുത്തില്ല, നമസ്കാരം പറഞ്ഞു. നന്ദിനിക്ക് സന്തോഷമായി. അപ്പം ഞാൻ ആ വിനായകൻ എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ പേര് രമ്യ എന്നാണെന്നും വീടിൻ്റെ കാര്യം പറഞ്ഞ് അതാണോ, ഓക്കെ ഓക്കെ വരുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വീടിൻ്റെ കാര്യം എല്ലാം പറഞ്ഞു വിട്ടു. എടി, ഹൗസ് വാമിങ് കഴിഞ്ഞ് കിടക്കുന്ന ആ പഴയ പുതിയ വീടില്ലേ, അവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാടി എന്നൊക്കെ പറഞ്ഞു വിനായകൻ കാണിച്ചു കൊടുക്കുക. കുറച്ച് ദിവസം ഇവിടെ കാണും, ഞാൻ ആ വീട് കാണിച്ചു കൊടുത്ത കമ്മീഷൻ മേടിച്ചോണ്ട് ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. വിനായകൻ അവിടെ നിന്ന് അങ്ങ് പോയപ്പോൾ എന്ന് പറഞ്ഞ് നന്ദിനി അവിടെ നിൽക്കുക. അപ്പോഴാണ് വേദ ഇറങ്ങി വരുന്നത്. വേദ ഇറങ്ങി വന്ന് അതിലേക്ക് നോക്കുന്നു. അപ്പോൾ കമലയുടെ അടുത്തേക്ക് വേദ ചെല്ലുന്നു. നന്ദിനി ഓടി കയറി വന്നിട്ട് അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ അത് ആരാണെന്നൊക്കെ കമല ചോദിച്ചു. അപ്പോൾ വിനയേട്ടൻ വീട് ശരിയാക്കി കൊടുത്ത പുതിയ താമസക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കമല എത്തി വലിഞ്ഞൊക്കെ നോക്കുക. അപ്പോൾ തൊട്ടപ്പുറം ഇപ്പുറയും, അതായത് ഇവിടെ നിന്ന് ആ വീട് കാണാം. അങ്ങനെ അപ്പോൾ രൂപം ഭാവമൊക്കെ കണ്ടിട്ട് ആളത്ര വെടിപ്പാണെന്ന് തോന്നുന്നില്ല എന്ന് നന്ദിനി പറയുമ്പോൾ ഒരാളെ കാണുമ്പോഴേക്കും അയാളെപ്പറ്റി ഇങ്ങനെ പറയുന്നത് എനിക്ക് എങ്ങനെ തോന്നുന്നു നന്ദിനി എന്ന് ചോദിച്ചു. അല്ല, വിനയേട്ടനെ കണ്ടപ്പോഴേ അവൾ ഷെയ്ഖാൻ്റെ കൊടുക്കാൻ കൈ നീട്ടി ഹലോ എന്നൊക്കെ. വിനയേട്ടൻ പിന്നെ ഡീസൻ്റ് ആയതുകൊണ്ട് തിരിച്ച് തൊഴുതതേ ഉള്ളൂ. അതൊരു പക്ഷേ നന്ദിനിയെടുത്ത് കാണുമെന്ന് പേടിച്ചിട്ടാകുമെന്ന് വേദ പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല, എൻ്റെ വിനയേട്ടനെ എനിക്കറിയാം എന്ന് നന്ദിനി. അപ്പോഴാണിതേ നമ്മുടെ വിക്രം പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നത്. വിക്രം പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ കമല ഇറങ്ങിയോ സർക്കിട്ടിന് ചോദിച്ചാൽ അടുത്തേക്ക് ചെന്നു. ഇനി എപ്പോഴാണാവോ തിരിച്ചു വരവ്? ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അമ്മ ഇവിടുന്ന് പോകുന്നതെന്ന് മകൻ അമ്മയോട് ദേഷ്യത്തോടെ അന്നേരം പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അതേ വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിനായകൻ്റെ കോള് വന്നു. എന്താണെന്ന് ചോദിച്ചു. അതെ, ഒരു മിനിറ്റ് നീ പോവല്ലേ, ഞാൻ ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ അങ്ങോട്ടേക്ക് ഓടി പിടിച്ചങ്ങ് ചെല്ലുക. അപ്പോൾ നിൻ്റെ ഒരു ഹെൽപ്പ് വേണം, ഒന്ന് വരാവോ എന്ന് ചോദിച്ചു. എന്ത് ഹെൽപ്പ്? അല്ല, വീട്ടു സാധനങ്ങൾ വണ്ടിയെ നിറക്കാൻ ആളില്ല, ഒന്ന് ആ കുട്ടിയെ സഹായിക്കാവോ എന്ന് വിനായകൻ ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു വിക്രം. എടാ, ചോദിച്ച കാശ് തരുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇയാൾക്ക് അത് ചെയ്തുകൂടെ എന്ന് വിക്രം ചോദിക്കുമ്പോൾ എനിക്കതിനുള്ള ആരോഗ്യമില്ലല്ലോ. അപ്പോൾ അനിയനെ പറഞ്ഞു വിടാമെന്ന് ഞാൻ പറഞ്ഞു, ആ കുട്ടിയോടെ കാത്തുക ചെല്ലാം പറഞ്ഞു. അങ്ങനെ വിക്രത്തിനെ പറഞ്ഞു വിടുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു ചുറ്റിക്കളി? നന്ദിനിയും വിനായകനോട് ചോദിക്കും. ഇവരെല്ലാവരും അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ചുറ്റിക്കളിയോ? എടി, ഞാൻ തൊഴുതതല്ലേ ഉള്ളൂ. നിങ്ങൾ ആദ്യം കൈ നീട്ടുന്ന ഞാൻ കണ്ടു, ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ തൊഴുതു അല്ലേ എന്ന് ചോദിച്ചു. അയ്യ, നീ എന്തൊക്കെയാടി പറയുന്നത്, നിനക്ക് എന്ത് പറ്റിയടി എന്നൊക്കെ വിനായകൻ ചോദിക്കാം. ഞാൻ മാത്രം വിളിക്കുന്ന പേരാ വിനയേട്ടന്, അതെന്തിനാ അവളും കയറി വിളിച്ചത്? ആണോ? അയ്യോ, ഞാൻ കേട്ടില്ലല്ലോ. ദേ മനുഷ്യ നോക്ക്, ഇനി വല്ല സെറ്റപ്പ് പരിപാടി ആണെങ്കിൽ അയ്യേ പൊടി പിടിച്ച പെണ്ണിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനായകനകത്തേക്ക് കയറിപ്പോയി. ഇത് വിനായകൻ കൂട്ട് നിന്ന് നമ്മുടെ വിക്രത്തെ ചതിക്കാൻ കൊണ്ടുവന്ന മുതലാണ് ആ വന്നിറങ്ങിയത്. അങ്ങനെ നന്ദിനി എന്തൊക്കെ ആലോചിച്ച് നിൽക്കുക. വിക്രം പിന്നെ അവിടെ ചെന്നിട്ട് അവരുടെ വീട്ടു സാധനങ്ങളെല്ലാം പെറുക്കി അകത്തേക്ക് കയറ്റുക കേട്ടോ. രമ്യ എന്ന് പറയുന്ന പെൺകുട്ടി ഭയങ്കര മിടുക്കിയായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ വണ്ടിക്കാരനും വിക്രവും കൂടി സകല സാധനങ്ങളും ഇറക്കി വെച്ചു. അപ്പോഴും രമ്യ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഹലോ എന്നും പറഞ്ഞ് വിക്രം വിളിച്ചപ്പോഴത്തേക്ക് രമ്യ തിരിഞ്ഞൊരു നോട്ടം. അപ്പോൾ എല്ലായിടത്തും അകത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സോറി കേട്ടോ, അതെ ഞാൻ ഫോണിലൊരു മെസ്സേജ് അയക്കായിരുന്നു എന്ന് പറയുമ്പം ശരി എന്ന് പറഞ്ഞ് വിക്രം അങ്ങ് പോവുക. വിക്രം അങ്ങ് പോകുമ്പോൾ അല്ല ഹലോ എത്രയാണെന്ന് പറഞ്ഞില്ല. എന്ത്? അല്ല കൂലിയോ? അല്ല, വീട്ടു സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ നേരത്തെ ഒന്ന് ബ്രോക്കർ വിനായകൻ കൂലിക്ക് ഒരാളെ വിടാമെന്നാണ് പറഞ്ഞിരുന്നതേ. അത് കേട്ടപ്പോൾ വിക്രത്തിന് ദേഷ്യം വന്നു. ആ സമയം അപ്പോൾ അയാളോട് ചോദിച്ചിട്ട് കൊടുത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അവിടെ നിന്ന് പോയി എന്നും പറഞ്ഞുകൊണ്ട് രമ്യ അവിടെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം കൂട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ ഇരിക്കുന്നു. കൂട്ടുകാരാണെങ്കിൽ കുളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു തോടിൻ്റെ കരയിലിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ രാധ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. രാധ വിക്രത്തെ കണ്ടങ്ങ് ചെന്നു. ഭയങ്കര കലിപ്പില. വിക്രമേട്ടാ എന്നും പറഞ്ഞു വിളിച്ചു കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക. കുഞ്ഞോട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് എന്ത് പറഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് പോകുന്നത്? എന്താ മിണ്ടായിട്ട് മുട്ടിപ്പോയോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുമ്പം നീ എന്തോന്നാടാ പറഞ്ഞത് എന്ന് കൂട്ടുകാരൻ ചോദിച്ചു. എന്താ നിങ്ങൾ പറഞ്ഞത് മറന്നുപോയോ എന്ന് രാധ. അത് തന്നെ ആശുപത്രിയിൽ വെച്ച് ഞാൻ നിന്നോട് നുണ പറഞ്ഞതായിരുന്നു എന്ന് വിക്രം പറഞ്ഞു. എന്ത്? എൻ്റെ സ്വൈര്യം കെടുത്താൻ വരണ്ടെന്നും എൻ്റെ ജീവിതത്തിൽ എന്നും വേദയായിരിക്കുമെന്നും ഞാൻ നിന്നോട് മുൻപ് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് വിക്രം ചോദിക്കുക. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ടും നീ എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കണേ?
എന്നോട് നിനക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചോളാൻ ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞതാണെന്നും വിക്രം ചോദിക്കുക രാധയോട്. ഇനിയും ആ കാര്യം പറഞ്ഞു വന്നാൽ എൻ്റെ പെരുമാറ്റം ഒരു പക്ഷെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു. മതി, ഇത് നിങ്ങളിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി ഞാൻ നിങ്ങളുടെ പിന്നാലെ വരില്ല എന്ന് പറഞ്ഞ് രാധ ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കും. നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ച് വിക്രം തിരിച്ചും രാധയോട് ചൂടായി. സഹിക്കാൻ മേലാതെ വിഷമത്തോടെ രാധ അവിടെ നിന്ന് അങ്ങ് പോയി. രാധ അങ്ങ് പോയി കഴിഞ്ഞപ്പം പെണ്ണുങ്ങൾ വിചാരിച്ചാലാണോടാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് എന്ന് കൂട്ടുകാർ. നീ അവളെ പേടിപ്പിച്ച് ഒരു കാച്ചങ്ങ് കാച്ചിയാലോ. അപ്പോൾ എന്താ നീ പറഞ്ഞേ? അതേന്നേ, നിന്നെ ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ നീ അവളെ പീഡിപ്പിച്ചെന്നും എല്ലാം പറഞ്ഞാലോ. കേട്ട പാതി കേൾക്കാത്ത പാതി പോലീസ് നിന്നെ അങ്ങ് തൂക്കിയെടുത്തോണ്ട് പോകും. പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമായി മാറുമെന്ന് പറഞ്ഞു. നീയും അവളും പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് പോയിട്ടുള്ളതായിട്ട് അവൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ നിന്റെ കാര്യം ബുധഹ. അപ്പോൾ ഒന്ന് പോടാ. അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് വിക്രം പറയാം. ജീവിതത്തിൽ ഇന്നേ വരെ അവളോടൊന്നല്ല ഒരു സ്ത്രീയോടും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് വിക്രം. എന്നിട്ടും നിനക്ക് ചുറ്റും ഈ പെൺശാപം എങ്ങനെ നടന്ന് കറങ്ങുകയാണല്ലോ വിക്രം എന്ന് കൂട്ടുകാരൻ കുഞ്ഞൂട്ടം പറയുമ്പോൾ, പെൺശാപോ? അതേന്നേ, പെറ്റു വീണ അന്ന് മുതൽ നിന്നെ പ്രേമിക്കുന്ന രാധ നിന്നെ ശപിക്കും, അല്ലെങ്കിൽ പിന്നെ ശപിക്കില്ലെന്നാണ് നീ വിചാരിച്ചത്? ഉറപ്പായിട്ട് ശപിച്ചിരിക്കും. പിന്നെ നീ അമ്പലത്തിൽ വെച്ച് ബലമായി താലി കെട്ടിയ വേദ, അവൾ നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടാകുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അപ്പം ആദ്യം പറഞ്ഞത് ശരിയാട്ടോ, പെൺശാപം കൊണ്ടേ പോകുമെന്നാ, അങ്ങനെയാണ് പഴമക്കാർ പറയുന്നതെന്നൊക്കെ ഇവർ പറയുമ്പോൾ നീയൊക്കെ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ രണ്ട് പെണ്ണുങ്ങളും കാരണം നീ കുടുങ്ങും, അത്ര തന്നെ, അതേ പറഞ്ഞുള്ളൂ എന്നും പറഞ്ഞിങ്ങനെ ഇവർ പറയാം. അങ്ങനെ ഇവർ വിക്രത്തെ പറഞ്ഞ് പേടിപ്പിച്ചു. വിക്രം ഇങ്ങനെ അവിടെ പേടിച്ച് പറിച്ചിരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ ശ്രീനി സാറിനെ കാണാനായിട്ട് നമ്മുടെ വിക്രം ചെന്നു. അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ശ്രീനി സാറിൻ്റെ വീട്ടിലേക്ക് വരുന്നു നമ്മുടെ ശ്രീനി സാറിൻ്റെ ഭാര്യ. അപ്പോൾ ഭാര്യ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ബഹുമാനത്തോടു കൂടി നമ്മുടെ വിക്രം നിൽക്കുമ്പോൾ, നിന്റെ ഈ ബഹുമാനമൊക്കെ ഈ നിൽക്കുന്ന ആളോട് മാത്രം മതി കേട്ടോ എന്ന് പറഞ്ഞു. ചേച്ചി, ഓക്കെ ചേച്ചി എപ്പോഴാണ് വന്നേ? ഇന്നലെ രാത്രി. മക്കൾ വന്നില്ലേ? വന്നില്ല. അവരിൽ ഒരാൾ ഊട്ടിയിലും മറ്റേ ബാംഗ്ലൂരും തന്നെ തുടരാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പഠനം കഴിയാറായില്ലേ എന്ന് ചോദിച്ചപ്പോൾ, കഴിയുന്നു, വേണമെങ്കിൽ ഒരാഴ്ച നിന്നിട്ടൊക്കെ പോകായിരുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എന്തിനാ ഈ തല്ലും വെട്ടും രാഷ്ട്രീയവും ഒക്കെ അല്ലേ? അച്ഛനെ കുറിച്ച് മക്കൾക്ക് ഇപ്പോൾ ഭയങ്കര മതിപ്പാ, അത് കളയണ്ടല്ലോ. കേരള രാഷ്ട്രീയത്തിലെ ചാണക്യനാണെന്നൊക്കെയാണ് മക്കളുടെ വിചാരം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മക്കളിലെങ്കിലും വേണ്ടേ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞ് അന്നേരത്തേക്കും ശ്രീനി സാർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവരുടെ തമ്മിൽ പ്രശ്നങ്ങളാണ് എന്നുള്ളത് ഭാര്യയ്ക്ക് മനസ്സിലായി. എന്താ കാര്യം എന്ന് ചോദിച്ചു. അല്ല, സാധാരണ പതിവില്ലാത്തതാണ്, പക്ഷേ വിക്രമിനിപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് അവർ ചോദിക്കുക. ഇവന് ഏതോ പെൺശാപം ബാധിച്ചിട്ടുണ്ടോ എന്ന്. അപ്പം ശാപോ? അതെന്നേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവൻ ഒരു പെൺകുട്ടിയെ താലി കെട്ടി ആ കുട്ടി വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയെന്ന്. അതിനുശേഷം ഇവന് സ്വസ്ഥത ഉണ്ടായിട്ടില്ല എന്ന്. ജാതകം നോക്കി നടത്തിയ വിവാഹമൊന്നും അല്ലല്ലോ. പിന്നെ ചില കൂറുകാർ ഒരുമിച്ചാലേ സ്വസ്ഥത ഉണ്ടാവില്ലെന്നാണ് പറയാറ്. എന്തിന്? മരണം വരെ സംഭവിക്കുമെന്ന് പറയാറുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പം കേട്ടില്ലേ? ഹാപ്പി ആയില്ലേ വിക്രം? പേടിയും എല്ലാം ഓക്കെ ആയില്ലേ? അപ്പോൾ പേടിയും വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ ആയിട്ട് കയറി വരുന്ന നീ ലോജിക്കായിട്ടുള്ള ഒന്നും വർക്കാവത്തില്ല. ഇമ്മാതിരി ഡയലോഗിൽ അവർ വീണ് പോവുകയും ചെയ്യും. അങ്ങനെ നീ ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ളവരുടെ വിവാഹ ജീവിതമൊക്കെ എങ്ങനെയാണെന്ന് നിനക്ക് അറിയാവുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരുമിച്ച് ജീവിക്കുകയും കുട്ടികൾ ഉണ്ടാകുന്നത് മാത്രമൊന്നും അല്ലല്ലോ കുടുംബം, ആണോ? അതിലേക്ക് ഇമ്മാതിരിയുള്ള വിശ്വാസങ്ങളും ദൈവഭയവും കൂടി ചേരണമെന്നൊക്കെ ഭാര്യ നിന്ന് പറയും. ഇതൊക്കെ കേട്ടപ്പോൾ വിക്രത്തിനൊരു വിശ്വാസം. അങ്ങനെ നമ്മുടെ ഭാര്യ വിക്രത്തിനെ ഒരു പരുവാക്കുവാണ്. എന്തായാലും നീ ചുമ്മാ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് ചെറുക്കൻ്റെ മനസ്സ് വിഷമിപ്പിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ശ്രീനി സാർ അകത്തേക്ക് കയറിപ്പോയി. അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ വിക്രത്തിനോട് അങ്ങേരിതൽ ഇതിനപ്പുറവും പറയും. എന്നിട്ട് രഹസ്യമായിട്ട് എന്നെ നെയ്യാറ്റിൻകര നാരായണസ്വാമിയുടെ അടുത്തേക്ക് വിടുകയും ചെയ്യുമെന്നും ആ ചേച്ചി വിക്രത്തിനോട് പറയാം. ശരിയല്ലാത്തത് കൂടിച്ചേരുമ്പോൾ അല്ലെങ്കിൽ നമുക്കിതിലൊരു ദുർമന്ത്രവാദം ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് നെഗറ്റീവായ കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്നൊക്കെ ചേച്ചി പറയാം. അയ്യോ ചേച്ചി, എനിക്കിങ്ങനെ ദുർമന്ത്രവാദത്തിലൊന്നും വലിയ വിശ്വാസമില്ല, അതൊന്നും എനിക്കെതിരെ ആരും ചെയ്യുന്നുമില്ലെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നിന്റെ വിശ്വാസം മാത്രമാണ് വിക്രം, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ പോസിറ്റിവിറ്റിയിലും നെഗറ്റിവിറ്റിയിലും വിക്രത്തിന് വിശ്വാസം ഉണ്ടല്ലോ. അതെനിക്കുണ്ട്. ചില സമയത്ത് നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അതും തോന്നിയിട്ടുണ്ട്.
അപ്പോൾ വിക്രം തീർച്ചയായും കാണേണ്ടത് നെയ്യാറ്റിൻകര നാരായണസ്വാമിയെ തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ വിവരങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ചേച്ചി പറഞ്ഞു കൊടുത്തു. അങ്ങനെ വിക്രത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പോൾ അതെല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം സംസാരിച്ചു. അങ്ങനെ നമ്മുടെ വിക്രവും ആ ചേച്ചിയും കൂടി ഇങ്ങനെ സംസാരിച്ച് സെറ്റാക്കുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ അച്ഛമ്മ വീട്ടിൽ നിന്ന് പോകുക കേട്ടോ. അപ്പോൾ 3 മണിയായി, സന്ധ്യയ്ക്ക് തിരിവെക്കുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്താമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മ ഇറങ്ങുക. അമ്മയെ മാഷ് വന്നിട്ട് അമ്മയെ വണ്ടി വിളിച്ച് കൊണ്ടാക്കുമെന്ന് കമല പറയുമ്പോൾ, എന്തിന്, അന്ന് അവൻ്റെ ഭ്രാന്തിന് ഞാൻ കൂട്ടുനിന്നേ ഉള്ളൂ. എനിക്കിഷ്ടം ലൈൻ ബസ്സിൽ കയറി പോവാനാ, അതും നല്ല തമിഴ് പാട്ട് വെക്കുന്ന ബസ്സാണെങ്കിലേ അടിപൊളിയാ. കലക്കും മനുഷ്യന്മാരെ കണ്ടും ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കണ്ടും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അങ്ങനെ അങ്ങ് പോകാൻ നല്ല വൈബാണെന്നൊക്കെ നമ്മുടെ അച്ഛമ്മ പറയും. എന്നാൽ ഞാനും കൂടെ കവല വരാം അച്ഛമ്മയെന്ന് പറഞ്ഞു വേദ. അത് നല്ല, നമുക്ക് വേണ്ടിയും പറഞ്ഞ് പോകാമല്ലോ എന്ന് അച്ഛമ്മ പറഞ്ഞു കേട്ടോ. ശ്രീജയും വിശ്വവും വരുമ്പോൾ പറഞ്ഞാൽ മതി കമല ഞാൻ പോയെന്ന്. അപ്പം ഇനി എന്താ അച്ഛമ്മ വരുന്നതെന്ന് നന്ദിനി ചോദിക്കുമ്പോൾ, എന്താ നന്ദിനി, നിനക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാനാണോടി? ഇതാകട്ടെ എൻ്റെ വിഷമം. അച്ഛമ്മയോട് നല്ല കാര്യം ചോദിക്കാൻ പോലും പറ്റത്തില്ല. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, വിഷമായോ? ഇപ്പോൾ വേദനിപ്പിക്കുന്ന തമാശകൾ അച്ഛമ്മ എന്നോട് മാത്രമേ പറയൂ, അതെനിക്ക് വിഷമാണെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ അത് ഞാൻ ഇനി വേദയോടും പറയാം, എന്താ പോരേന്ന് ചോദിച്ചു അച്ഛമ്മ. ഇന്ന് ഇറങ്ങാൻ മോളെ എന്ന് പറഞ്ഞ് ഇവർ പോകുമ്പോൾ, ഇവിടെ ആരും ഇല്ലേ എന്നും ചോദിച്ചു പുറത്തുനിന്ന് ഒരു അശരീരി. ആ സമയത്ത് ഇവർ ചെല്ലുന്നു. ഇവർ ചെന്നപ്പോൾ പുതിയ താമസക്കാരി അവിടെ വന്ന് നിൽക്കുക. അപ്പോൾ ഇതാരാന്ന് ചോദിച്ചു. ഇത് പുതിയ താമസക്കാരിയാണെന്ന് പറഞ്ഞു നന്ദിനി ഓടി അങ്ങ് ചെന്നു. അല്ല, പുതിയ താമസക്കാരി എന്താ ഇവിടെ? അതോ, അത് പിന്നെ ഞാൻ എന്താ കാര്യം പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പേര് രമ്യ എന്ന് പറഞ്ഞു. ഞാൻ നന്ദിനി, ഇത് ഞങ്ങളുടെ അമ്മ കമല, പിന്നെ ഇത് ഞങ്ങളുടെ അമ്മിണി അച്ചമ്മ. അപ്പോൾ ഇങ്ങനെ വേദയെ പരിചയപ്പെടുത്തി കൊടുത്തില്ല. അപ്പോൾ ഇനിയും ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് വേദ കേട്ടോ, ഇവിടുത്തെ ഇളയവൻ്റെ ഭാര്യയാണെന്ന കാര്യമൊക്കെ നമ്മുടെ അച്ഛമ്മ പറയുമ്പോൾ അറിയാം. വിക്രമനെ ഞാൻ കണ്ടിരുന്നു, സാധനങ്ങൾ ഇറക്കാൻ സഹായിക്കാൻ വിക്രമ വന്നതെന്നൊക്കെ രമ്യ പറഞ്ഞു കേട്ടോ. അടുത്തുള്ള അയൽപക്കങ്ങളിലേക്ക് ഒന്ന് ചെന്ന് പരിചയപ്പെടാമല്ലോ എന്ന് കരുതി നോക്കുമ്പോൾ അധികം വീടുകളൊന്നുമില്ല. കുട്ടി എന്ത് ചെയ്യുന്നു? ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണെന്നും. അപ്പോൾ ഏത് കമ്പനിയിലാണെന്ന് ചോദിച്ചു. അപ്പോൾ കമ്പനിയുടെ പേരും പറഞ്ഞു. അത് 10-25 കൊല്ലം മുമ്പുടെ ഒരു കമ്പ്യൂട്ടർ വൈറസിൻ്റെ പേരല്ലേ എന്ന് അച്ഛമ്മ എങ്ങനെ ചോദിക്കുമ്പം, അച്ഛമ്മ പൊളിയാണല്ലോ എന്ന് രമ്യ പറയാം കേട്ടോ. അപ്പോൾ അതേ അച്ഛമ്മ, അക്കാലത്ത് തുടങ്ങിയ കമ്പനി ആയതുകൊണ്ടാണ് ആ പേരിട്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇവർ പരസ്പരം പരിചയപ്പെടുക. ഇത് കുറച്ച് സ്വീറ്റ്സ് ആണെന്നും താമസം ആരംഭിച്ചതിൻ്റെ ഒരു സന്തോഷത്തിനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി അങ്ങോട്ട് കെട്ടിക്കയറി ചെന്ന് ഇവരോട് കമ്പനി കൂടാനായിട്ട് നോക്കുക. അപ്പോൾ അത്രയും പറഞ്ഞ് ശരിയെന്നും പറഞ്ഞ് ആ പെണ്ണങ്ങ് പോയി. അപ്പോൾ എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ അച്ഛമ്മ എന്ന് വേദമോളെ, ആ പെൺകുട്ടിയുടെ പേരെന്താണെന്നാ പറഞ്ഞേ? രമ്യ. അപ്പം എന്താ അച്ഛമ്മേ? അവളുടെ സാമുദ്രികം ശരിയല്ല, കണ്ടാലൊരു പാവം കുട്ടിയാണല്ലോ അമ്മയെന്ന് കമല പറയുമ്പോൾ, നമുക്ക് നോക്കാം, അപ്പം നമുക്ക് ഇറങ്ങാൻ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ യാത്ര പറഞ്ഞു. അവരങ്ങ് പോയി. അപ്പോൾ ഈ സമയത്ത് നന്ദിനി, ഇതെന്തുവായി സമുദ്രം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, സാമുദ്രികം അതെന്നെ സാധനം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ അവിടെ നിൽക്കുക. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. സ്വയം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ നന്ദിനി. സംസാരിച്ച് നമ്മുടെ വേദയും അച്ഛമ്മയും കൂടി അങ്ങ് പോവുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിക്രാന്തേ നമ്മുടെ ശ്രീനിയുടെ ഭാര്യയുടെ കൂടെ ആ തിരുമേനിയെ കാണാൻ ചെന്നിരിക്കുക. തിരുമേനിയാണെങ്കിൽ കൈയൊക്കെ ഇട്ട് കറക്കി, കാലൊക്കെ ഇട്ട് കറക്കി, ഇതൊക്കെയോ ഇരുന്നിങ്ങനെ മനസ്സിലൊക്കെ ചിന്തിച്ച് വായുവിൽ കൈകൊണ്ട് എഴുതുമോ ഏതാണ്ടൊക്കെ ഇരുന്ന് കാണിക്കുകയൊക്കെ ചെയ്യുക. ഇതൊക്കെ കണ്ട് വിക്രം അന്തം വിട്ട് ഇയാളെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. എന്തോ ഒരു അസ്വാഭാവികത അയാളിൽ നമ്മുടെ വിക്രത്തിന് തോന്നുന്നു. അപ്പോൾ വിക്രം എന്നല്ലേ പേര്? അതെ എന്ന് വിക്രം ഇങ്ങനെ തലയാട്ടി കേട്ടോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ നോക്കുന്നു. സ്ത്രീകളാണ് വിക്രത്തിൻ്റെ പ്രശ്നം അല്ലേ എന്നൊക്കെ ആ സാറ് ചോദിക്കുമ്പോൾ, അല്ല ആ തിരുമേനി ചോദിക്കുമ്പോൾ നമ്മുടെ വിക്രം സാറിന് അതങ്ങ് ബോധിച്ചു. അപ്പം അങ്ങനെ വിശ്വാസം എന്നുള്ളൊരിതിലേക്ക് നമ്മുടെ വിക്രം പതുക്കെ കാലെടുത്ത് വെക്കുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.